ആശമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കിയ നടപടി മരവിപ്പിച്ച സർക്കാർ. മാർഗരേഖയ്ക്കെതിരെ നേരത്തെ ആശമാർ പ്രതിഷേധിച്ചിരുന്നു. വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ച ശേഷം പ്രായത്തിൽ തീരുമാനമെടുക്കണമെന്നായിരുന്നു ആവശ്യം. സമരം ചെയ്യുന്ന ആശമാരുമായി കഴിഞ്ഞ മാർച്ച് 19 നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വിരമിക്കൽ പ്രായം 62 വയസ്സാക്കിയ നടപടി സർക്കാർ മരവിപ്പിച്ചത്. അതേസമയം 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം, ഓണറേറിയം വർധനവ് തുടങ്ങിയ ആവശ്യങ്ങൾ ഇതുവരെ സർക്കാർ അംഗീകരിച്ചിട്ടില്ല. ആശമാരുടെ പൊതുപ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി രൂപീകരിക്കുന്നതിലും തീരുമാനമായില്ല. പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നതാണ് ആശമാരും ചൂണ്ടിക്കാട്ടുന്നത്. ഓണറേറിയം, വിരമിക്കൽ ആനുകൂല്യം എന്നിവയിൽ തീരുമാനമെടുക്കാൻ സമിതി രൂപീകരിക്കേണ്ടതില്ലെന്ന നിലപാടും അവർ ആവർത്തിക്കുന്നു. നമ്മുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള ഡിമാൻഡും വിരമിക്കൽ ആനുകൂല്യം എന്നുള്ള ഡിമാൻഡിനെ സംബന്ധിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ആ ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഡിമാൻഡ് നേടിയെടുത്തിട്ട് നമ്മൾ സമരം അവസാനിപ്പിക്കത്തില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതിനും ഒരു കമ്മിറ്റിയുടെ ആവശ്യമില്ല. ബാക്കി ആശമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നതിനും ഒരു കമ്മിറ്റിക്ക് ഞങ്ങൾക്ക് വിയോജിപ്പില്ല എന്നുള്ളത് ഞങ്ങൾ രേഖാമൂലം അവിടെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് ഇതുവരെ കമ്മിറ്റിയുടെ പ്രപ്പോസലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. 2023 മാർച്ച് 2 പുറത്തിറക്കിയ മാർഗരേഖയിലാണ് ആശമാരുടെ സേവന കാലാവധി അവസാനിപ്പിക്കുന്നതിനുള്ള പ്രായം 62 നിജപ്പെടുത്തിയത്. സ്വാഭാവിക നീതിയുടെ ലംഘനമെന്ന് വിമർശനമുയർന്ന നടപടിക്കെതിരെ ആദ്യം മുതൽ തന്നെ ആശമാർ പ്രതിഷേധിച്ചിരുന്നു. 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം എന്ന സുപ്രധാന ആവശ്യം അംഗീകരിച്ച ശേഷം പ്രായത്തിൽ തീരുമാനമെടുക്കാമെന്നുമാണ് ആശമാരുടെ പൊതുനിലപാട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തുന്ന സമരം 69ാം ദിവസത്തിലേക്ക് കടന്നു. നിരാഹാര സമരം 31ാം ദിവസവും തുടരുകയാണ്. ജനം, തിരുവനന്തപുരം.